ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ സോഷ്യൽ സയൻസ് 2-ലെ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ അല്ല നമ്മൾ പറയുന്നത്, നാലാമത്തെ ചാപ്റ്റർ. കാര്യം അറിയാലോ, മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസ് 2-ലും ഇല്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. നാലാമത്തെ ചാപ്റ്റർ പേര് ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്, അതായത് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് വരാൻ സാധ്യത? വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ആദ്യം തന്നെ പറയാൻ, കാരണം കുറച്ച് പോയിന്റ്സുകളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാമിന് ഒട്ടും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു ചാപ്റ്റർ ആയിട്ട് കാണാം. കാരണം കുറച്ചേ ഉള്ളൂ, അത് വേഗം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആദ്യം തന്നെ നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഓർ എന്റർപ്രണർഷിപ്പ്, രണ്ടും നമുക്ക് പറയാം. ഏത് പറഞ്ഞാലും ശരിയാണ്. അതേപോലെ തന്നെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമല്ലേ റിവാർഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലെ ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്താ? റെന്റ് അല്ലെ. അതേപോലെ തന്നെ ലേബർ, നമ്മൾ ജോലി ചെയ്ത് നമുക്ക് എന്താ കിട്ടാ? കൂലി അല്ലെ, വേജസ്, അത് സാലറി. അതേപോലെ തന്നെ ക്യാപിറ്റലിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ്, പലിശ. പിന്നെ നമ്മൾ എന്തൊരു സംരംഭം തുടങ്ങിയാലും ആ സംരംഭത്തിന് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടേണ്ടത് എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെ. അതെ, പ്രോഫിറ്റ് അല്ലെ, ലാഭം. നമ്മൾ ലാഭം മാത്രം പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പൊ അതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം നമ്മുടെ ചാപ്റ്ററിൽ എന്തായാലും കയറി വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, വേണമെങ്കിൽ ഒരു മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം എന്താന്ന് നമുക്ക് അറിയാം. കാരണം പണ്ട് കാലങ്ങളിൽ നമുക്ക് എന്തൊരു സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ, ഗുഡ്സ് വാങ്ങാനായിട്ട് നമുക്ക് എക്സ്ചേഞ്ചിങ് മീഡിയേറ്റർ ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വാങ്ങിയിരുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെ, സാധനങ്ങൾ കൊടുത്തിട്ട് സാധനങ്ങൾ തന്നെ വാങ്ങുന്ന ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. അതായത് ഗുഡ്സ് എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ്, അതാണ് ബാർട്ടർ സിസ്റ്റം. അപ്പൊ 1 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വരുന്ന ഒരു ചോദ്യമാണ് എവല്യൂഷൻ ഓഫ് മണി അല്ലെ. വന്ന വഴി മറക്കരുത് എന്ന് പറയണ പോലെ നമ്മുടെ പണത്തിന് ഒരു വരവുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത്. പതിയെ മാറ്റം ഉണ്ടായി. നമ്മളത് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ട്. കോയിൻസുകളൊക്കെ വന്നത് അല്ലെ, കോപ്പർ കോയിൻസ്, സിൽവർ കോയിൻസ്, പിന്നെ ഗോൾഡ് കോയിൻസ്, അങ്ങനെ മാറി പേപ്പർ മണി. 4 ഘട്ടങ്ങളുണ്ട്. ആദ്യം ബാർട്ടർ സിസ്റ്റം, പിന്നീട് അത് കോയിൻസ് ആയി, പിന്നെ അത് പ്ലാസ്റ്റിക് മണി, പേപ്പർ മണി, പിന്നീട് അത് പ്ലാസ്റ്റിക് മണിയിലേക്ക് മാറി, പിന്നെ അത് ഡിജിറ്റൽ ആണ്. ഗൂഗിൾ പേ അല്ലെ, നമുക്കറിയാം. ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. എവല്യൂഷൻ ഓഫ് മണി, അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവിടുത്തെ മനുഷ്യ വിഭവം. ഒരു മനുഷ്യരില്ലാത്തൊരു രാജ്യം ഒരിക്കലും ഒരു ഡെവലപ്മെന്റിലേക്കോ അല്ലെങ്കിൽ ഒന്നിലേക്ക് എത്താൻ സാധ്യതയില്ലാത്തൊരു ഇതാണ്. അപ്പൊ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്, അതൊരു 2-3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സിലേക്ക് കടക്കുമ്പോൾ പോപ്പുലേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ നമുക്കൊരു രാജ്യത്തില്, ഇപ്പൊ സാറേ ഒരു രാജ്യം നോക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഹ്യൂമൻസ് കുറവാണെന്ന് വിചാരിക്കാം. വേറൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്ന, ഇപ്പൊ ഒരു യുദ്ധം നടന്നു യുക്രൈനും റഷ്യയും തമ്മിൽ. കാരണം യുക്രൈനിലെ സാധാരണക്കാർക്ക് പോലും നമ്മൾ ആയുധം കൊടുത്ത് അവിടുത്തെ രാജാവ് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ? അവിടെ ആർമിയിലെ ആളുകളൊക്കെ കുറവാ. കാരണം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ ഏറ്റവും, അല്ലെങ്കിൽ ആ രാജ്യം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവിടുത്തെ പോപ്പുലേഷൻ, ജനസംഖ്യ തന്നെയാണ്. അപ്പൊ ആ രാജ്യം ഡെവലപ്മെന്റ്സിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും പോപ്പുലേഷൻ വേണം എന്ന് കരുതി ഉള്ള എല്ലാ ജനങ്ങളെല്ലാം നമ്മൾ പോപ്പുലേഷനിൽ ആ ഒരു രീതിയിൽ കണക്കാക്കുക. അതായത് യങ്സ്റ്റേഴ്സ്, അതായത് നമ്മൾ പറയാം ഒരു 20 വയസ്സ്, അതേപോലെ 55 വയസ്സ്, ആ ഒരു ഇടയിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള വിഭാഗക്കാരെ, അവരെയാണ് നമ്മൾ പോപ്പുലേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ പോപ്പുലേഷൻ എന്താണ് എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. പോപ്പുലേഷൻ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട പോപ്പുലേഷൻ എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പൊ പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതന്നെ മനുഷ്യ മൂലധനം അല്ലെ. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ മൂലധനമാണ് മനുഷ്യൻ. ആ മനുഷ്യനില്ലെങ്കിൽ ആ രാജ്യത്തിന് ഒന്നും തന്നെ
ഉണ്ടാക്കാൻ സാധിക്കില്ല. വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഒരു ചോദ്യം വരാം. എക്സാമ്പിൾസ് വേണമെങ്കിൽ അതിനകത്ത് ചോദിക്കാം. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റലിനുള്ള എക്സാമ്പിൾസ് നമുക്ക് തന്നെ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഫാമേഴ്സ്, കാരണം അവർ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കുന്ന ഓരോ പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഓരോ പ്രൊഡക്ടിവിറ്റീസുകളാണ് ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹൗ ക്യാൻ സ്ട്രെങ്തൻ ഹ്യൂമൻ ക്യാപിറ്റൽ? ഒരു 4 മാർക്കിന് ഒരു ചോദ്യം ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഒരു മനുഷ്യ മൂലധനത്തിനെ ശക്തിപ്പെടുത്തണം? ഹെൽത്ത് ഫെസിലിറ്റിയിലൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയിലൂടെ പറയാം. അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഡെവലപ്മെന്റിലൂടെ എംപ്ലോയ്മെന്റ് കൂടുതൽ തൊഴിലാളികളെ സൃഷ്ടിക്കാം. ഫ്രണ്ട്ലി എൻവയോൺമെന്റിലൂടെ. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചെന്ത് ചെയ്യണം, എഴുതിയിട്ടുണ്ടാവും. അതൊരു എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു ചെറിയ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നണം ഈ തവണ ഒരു 5 മാർക്കിന്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്റർ വളരെ ചെറുതാണെങ്കിലും ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ഒരു പക്ഷെ വലുതാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ് ആൻഡ് അക്സസ് ടു ഇൻഫോർമേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കണം. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ തന്നെ സെപ്പറേറ്റ് ചോദിക്കാം. അതെ, എഡ്യൂക്കേഷൻ. കാരണം നമുക്ക് തന്നെ അറിയാം, നല്ല രീതിയിൽ ഒരു വിദ്യാഭ്യാസം കിട്ടുന്ന ആൾക്ക് എന്തായാലും നല്ലൊരു ബെറ്റർ ജോബ് കിട്ടും. ബെറ്റർ ജോബിലൂടെ ബെറ്റർ സാലറി, പിന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെ, അല്ലെ, ജീവിത നിലവാരം തന്നെ ഉയർന്നു പോവാണ്. അപ്പൊ ശരിക്കും അതിലൂടെ ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സ് കൂടാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങളിപ്പോ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് നേഷൻ. അതായത് രാജ്യത്തിന് അതേപോലെ തന്നെ നല്ല എന്താ പറയുക പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് എംപ്ലോയീസ് ഉണ്ടെങ്കിലുള്ള ഗുണങ്ങൾ എന്തെല്ലാം. അപ്പൊ അങ്ങനെ അത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് നോക്കിക്കോണം. ബട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഈ വർഷം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ചോദ്യമായിരിക്കാം എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. അപ്പൊ അത് തന്നെ വരട്ടെ എന്ന് നമ്മൾ പറയുന്നു. ഇനി അടുത്തൊരു ചോദ്യം, ഇനി ഒരു നെഗറ്റീവ് സെൻസിലുള്ള ഒരു ചോദ്യം വരാം. വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ക്യാപിറ്റൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 2-3 മാർക്കിലേക്ക് പോകാൻ സാധ്യതയുള്ള ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അപ്പൊ പോവർട്ടി ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. അതുപോലെ തന്നെ അത് മറ്റ് ഫാക്ടറുകൾ, അത് പോവർട്ടിയുമായി അനുബന്ധമായിട്ട് വരുന്ന മറ്റധികം ഫാക്ടേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പോവർട്ടിക്ക് കാരണമാകുന്ന ഫാക്ടറുകൾ എന്തെല്ലാം? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം, പോവർട്ടി ആണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് അല്ലെ പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ കുറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ പറ്റില്ല. ബേസിക് നീഡ്സ് പോലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അൺഎംപ്ലോയ്മെന്റ് മറ്റൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്. ജോലി ചെയ്യാൻ ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, പക്ഷെ ചെയ്യാനായിട്ട് ജോലി ഇല്ലാത്തൊരു അവസ്ഥ. ഇനി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പോർട്ടിയുടെ ഒരു ഭാഗമാണെങ്കിൽ അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു ചോദ്യം നന്നായിട്ട് വരാം. വാട്ട് ഈസ് അൺഎംപ്ലോയ്മെന്റ്? അത് ചോദ്യം എന്താണ് തൊഴിലില്ലായ്മ എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? അത് വാട്ട് ആർ ദ ടൈപ്സ് എന്നായിരിക്കില്ല, കൈൻഡ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നോക്കാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നോക്കാം, അല്ലെങ്കിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്താണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ നമ്മൾ എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാൻ വില്ലിംഗ് ആണ്, പക്ഷെ ജോലി ഇല്ലാത്തൊരു അവസ്ഥ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന ഈ പറയുന്ന പുതിയ ടെക്നോളജി മെഷീൻസിന്റെ ഒക്കെ വരവോടുകൂടി ഒരുപാട് ആളുകൾക്ക് ജോലി ഇല്ലാതായിരിക്കുന്നു. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഈ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നായിരിക്കില്ല പറയാ, ഇതിന്റെ എക്സാമ്പിൾസ് ചോദിക്കും. വില്ലിംഗ് ആണ്, പക്ഷെ ആ ജോലി കിട്ടുന്നില്ല, അത് ഏത് അൺഎംപ്ലോയ്മെന്റ്? പുതിയ ടെക്നോളജി വന്നപ്പോൾ ഈ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു, അത് ഏത് അൺഎംപ്ലോയ്മെന്റ് ആണ്? അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി മഴയില്ലാത്ത സമയങ്ങളിൽ മാത്രമാണ്, മഴയുള്ളപ്പോൾ അയാൾക്ക് ജോലി കിട്ടുന്നില്ല, അപ്പൊ അത് ഏത് അൺഎംപ്ലോയ്മെന്റ് ആണ്? അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ജോലി രണ്ടുപേരും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അത് ഏത് അൺഎംപ്ലോയ്മെന്റ് ആണ്? ഇങ്ങനെ അൺഎംപ്ലോയ്മെന്റ് ഏതാണ് എന്നൊരു ചോദ്യമായിരിക്കും വരിക. അല്ലാതെ ഒരിക്കലും ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ഏതാണ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഏതാണ് എന്നൊരു ചോദ്യമായിരിക്കില്ല വരിക. ഉത്തരം തന്നിട്ട് അതിന്റെ ചോദ്യം ഏതാണ് എന്ന് വരുന്നൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഒരു കാര്യം പറയാം, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നമ്മുടെ എക്സാമിന് ഇത് ചോദിച്ചിരിക്കും. ഇനി അടുത്ത ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് എഡ്യൂക്കേഷന്റെ കാര്യമായിക്കോട്ടെ ഹെൽത്തിന്റെ കാര്യമായിക്കോട്ടെ അത് നിങ്ങൾ സെപ്പറേറ്റ് നോക്കിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പ്രധാനപ്പെട്ട
ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും, അതായത് സോഷ്യൽ സയൻസ് 1ലും സോഷ്യൽ സയൻസ് 2ലുമായിട്ട് 6 ചാപ്റ്റർ. ചാപ്റ്റേഴ്സ്. അതേതൊക്കെയാണ്? ഹിസ്റ്ററി 1ാമത്തെ ചാപ്റ്റർ, ഹിസ്റ്ററി 2ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ. സോഷ്യൽ സയൻസ് 2ലേക്ക് വരുമ്പോൾ ജോഗ്രഫി 1ാമത്തെ ചാപ്റ്റർ, ജോഗ്രഫി 2ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചിട്ടുണ്ടാവണം. ബാക്കി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ആയിട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.